എർത്ത് സർഫേസിലുള്ള സ്പേഷ്യൽ ഇൻഫർമേഷൻസും ഫീച്ചേഴ്സും ഒക്കെ തന്നെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. GIS സോഫ്റ്റ്വെയർസ് എന്ന് നമ്മൾ ഷോർട്ടായിട്ട് പറയും. അത്തരത്തിലുള്ള കുറേ സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചിലതാണ് ക്വാണ്ടം GIS, ഗ്രാസ്, ആർക്ക് GIS. ഈ 3 സോഫ്റ്റ്വെയറുകളുടെ പേര് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം, തിയറിയിൽ ചോദിക്കും. അതിൽ തന്നെ നമുക്കിവിടെ പഠിക്കാനുള്ള QGIS, ക്വാണ്ടം GIS എന്ന് പറയുന്ന സോഫ്റ്റ്വെയറും ഗ്രാസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറും ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, അഥവാ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് എന്നുള്ളതും പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യണം, തിയറിയിൽ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ GNU ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ഈ ഒരു QGIS എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് QGIS ഓപ്പൺ ചെയ്യാം. ബാക്കിയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് പോലെ താഴെ ഷോ ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആവശ്യമായുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. ടൈപ്പ് ടു സെർച്ച് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് Q എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ QGIS ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ ഇവിടെ വരുന്നുണ്ട്. ഇത് തന്നെയാണ് നമുക്ക് ആവശ്യമുള്ളത്. ജസ്റ്റ് അതിന് മുകളിൽ ക്ലിക്ക് ചെയ്താൽ മതി. QGIS ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ ഈ അടുത്ത കാലത്തായിട്ടൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ആണ് ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത്, അഥവാ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. കേരളത്തിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ഉരുൾപൊട്ടലിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഫോൾഡറിൻ്റെ അകത്ത് ഒരു ഫയലായിട്ട്, ഒരു CSV ഫയലായിട്ട് തന്നിട്ടുണ്ട്. നമ്മളിവിടെ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഡീറ്റെയിൽസ് അടങ്ങിയുള്ള ആ ഒരു ഫയലിനെ നമുക്ക് QGIS മാപ്പിലേക്ക് എങ്ങനെയാണ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതും, എന്നിട്ട് ആ ഇൻഫർമേഷൻ എങ്ങനെയാണ് കൃത്യമായിട്ട് പരിശോധിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ആദ്യം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. കേരളത്തിൻ്റെ ഒരു ഭൂപടമാണ് ഫസ്റ്റ് വേണ്ടത്. അത് ഇങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊജക്റ്റിൽ ഓപ്പൺ കൊടുക്കുക. പ്രൊജക്റ്റിൽ ഓപ്പൺ കൊടുക്കുക. ഇവിടെ നമ്മുടെ കൃത്യമായുള്ള ഒരു ലൊക്കേഷൻ ചൂസ് ചെയ്ത് കൊടുക്കുക. ഹോമിലേക്ക് വരിക, ശ്രദ്ധിക്കണം, ഹോമിലേക്ക് വരിക. സ്കൂൾ റിസോഴ്സസ് എന്ന ഫോൾഡർ ഉണ്ട്, നമ്മുടെ ആവശ്യമായുള്ള റിസോഴ്സുകളൊക്കെ അതിലാണുള്ളത്. സ്കൂൾ റിസോഴ്സസ് എന്ന ഫോൾഡറിലേക്ക് വരിക. അതിൽ ക്ലാസ് 10 എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ട്. ആ ക്ലാസ് 10 എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യാം. അതിനകത്ത് ആ ഒരു ക്രമം മാറിപ്പോണ്ട, ഇതേ ക്രമത്തിൽ വരിക. അതിനകത്ത് QGIS എന്ന് കാണാം. QGIS എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യാം. അതിലിവിടെ തന്നെ Kerala.QGS എന്ന ഒരു ഫയലുണ്ട്. QGS എന്നത് അതിൻ്റെ എക്സ്റ്റൻഷനാണ്. അതായത് QGISൽ നമ്മൾ എന്തെങ്കിലും ഫയലുകളൊക്കെ തയ്യാറാക്കിയിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊജക്റ്റ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് QGS എന്നായിരിക്കും. ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഇതിന് മുകളിൽ ഒന്നിക്കൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു ഭൂപടം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ കേരള എന്ന് പറഞ്ഞ ഒരു ലെയർ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ലെയറിലാണ് ഈ കേരളത്തിൻ്റെ ഭൂപടമൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ പണി എന്ന് പറയുന്നത്, നമ്മുടെ ഫോൾഡറിൽ ഒരു ഫയൽ തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ആ ഫയൽ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം എടുക്കുന്നതാണ്. ഞാൻ നേരെ നമ്മുടെ ഫയൽസിലേക്ക് വരുന്നു. ഫയൽസിൽ സ്കൂൾ റിസോഴ്സസ് എന്ന ഫോൾഡർ ഉണ്ട്, അതിലേക്ക് വരുന്നു. ക്ലാസ് 10ലേക്ക് വരുന്നു. QGISലേക്ക് QGIS എടുക്കുന്നു. അതിൽ കേരള ലാൻഡ് സ്ലൈഡ്സ് .csv എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ കാണാൻ പറ്റും. അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയേ. കണ്ടില്ലേ, കുറേ ഡാറ്റാസ് ഇതിനകത്തുണ്ട്. ഈ ഒരു ഫയലിനെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ QGISലേക്ക് കൊണ്ടുവരികയാണ്. അതിനുവേണ്ടി അതൊരു പുതിയ ലെയറിലായിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നത്. അതിനുവേണ്ടി മുകളിൽ ഇതിനെയാണ് നമ്മൾ മെനു ബാർ എന്ന് പറയുന്നത്. ഈ മെനു ബാറിലെ ലെയറിൽ ക്ലിക്ക് ചെയ്യാം. മെനു ബാറിൽ ലെയറിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്രിയേറ്റ് ലെയറും ഉണ്ട്, ആഡ് ലെയറും ഉണ്ട്. നമുക്ക് ഓൾറെഡി ഇപ്പം കുറച്ച് ഡാറ്റാസ് തന്നിട്ടുണ്ട്. അതിനെ എന്ത് ചെയ്യണം, ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യാണ് വേണ്ടത്. നമ്മളിവിടെ ആഡ് ലെയർ എന്ന് പറയുന്ന ഭാഗത്ത് നേരെ വന്നു കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ആഡ് ഡെലിമിറ്റഡ് ടെക്സ്റ്റ് ലെയർ എന്നൊരു ഓപ്ഷൻ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ കിട്ടും. ഈ വിൻഡോയിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇവിടെ കുറേ ടാബുകൾ കാണാം. അതിൽ ഡെലിമിറ്റഡ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ടേബിളല്ലേ സെലക്ട് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാം. മുകളിലായിട്ട് ഡാറ്റ സോഴ്സ് മാനേജർ ഡെലിമിറ്റഡ് ടെക്സ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഈ ഫയൽ നെയിം എന്നതിൻ്റെ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബ്രൗസ് എന്ന് കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി ആ ഒരു CSV ഫയലില്ലേ, ആ ഒരു ഫയൽ നമ്മൾ ഇങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്തെടുക്കുകയാണ്. നേരെ ഹോമിലേക്ക് വരുന്നു. ഹോമിൽ സ്കൂൾ റിസോഴ്സസ് എന്ന ഫോൾഡറിനകത്ത്, ക്ലാസ് 10 എന്ന ഫോൾഡറിനകത്ത്, QGIS എന്ന ഫോൾഡറിനകത്ത് ആ ഒരു ക്രമത്തിൽ വന്നാൽ മതി. അവിടെ തന്നെ കേരള ലാൻഡ് സ്ലൈഡ്സ് .csv എന്ന ഫയലുണ്ട്. ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ തന്നെ അത് അതിൻ്റെ ആ ഒരു കൃത്യമായുള്ള ഒരു പാത്ത്, ആ ഒരു ലൊക്കേഷൻ ഇവിടെ കാണാം. ഒരു ഫയൽ ഇവിടെയാണ് കറക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്.
നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറഞ്ഞിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളതൊക്കെ ഈ രീതിയിൽ തന്നെ കൊണ്ടുവരിക. ഓക്കെ, ഈ രീതിയിൽ തന്നെ അല്ലേ എന്ന് ഉറപ്പ് വരുത്തുക. അതായത് ഇവിടെ ഫയൽ ഫോർമാറ്റ് CSV എന്നത് തന്നെ, CSV എന്ന് പറയുന്നത് കൊമ സെപ്പറേറ്റഡ് വാല്യൂസ് എന്നതാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുള്ളത് CSV ഫയലാണ്. അപ്പോൾ അത് തന്നെയല്ലേ ചൂസ് ആയിട്ടുള്ളതെന്ന് ഉറപ്പ് വരുത്തുക. ജിയോമെട്രി ഡെഫിനിഷൻ്റെ അകത്ത് പോയിന്റ് കോർഡിനേറ്റ്സ് അല്ലേ ഇവിടെ ചൂസ് ആയിട്ടുള്ളതെന്ന് ഉറപ്പ് വരുത്തുക. എക്സ് ഫീൽഡ് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡും വൈ ഫീൽഡ് ലാറ്റിറ്റ്യൂഡും അല്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ജിയോമെട്രി CRS എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. ഇതിൽ ഈ ഒന്നാമത്തെ ഈ ഒരു ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്ത് വെക്കുക. ഇത്രയും മാത്രമേ ഇവിടെ ചെയ്യാനുള്ളൂ. ഇനി ഇവിടെ ആഡ് എന്ന ബട്ടൺ ഉണ്ട്. ആഡ് എന്ന ബട്ടൺ ഒറ്റൊരു തവണ ക്ലിക്ക് ചെയ്താൽ മതി. കഴിഞ്ഞു, തീർന്നു. ഇനി ഈ വിൻഡോ നമുക്ക് വേണ്ട, ഈ വിൻഡോ ക്ലോസ് ചെയ്യാം. അപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ലെയേഴ്സ് പാനലിൽ പുതിയൊരു ലെയർ വന്നിട്ടുണ്ട് അല്ലേ. ഇതാണ് നമ്മുടെ ലെയേഴ്സ്. ഇവിടെ ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ ലെയേഴ്സ് ഒക്കെ താഴെ ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ കേരള ലാൻഡ് സ്ലൈഡ്സ് എന്ന് പറഞ്ഞിട്ട് പുതിയ ലെയർ വന്നു. അതിൻ്റെ കൂടെ തന്നെ ആ കേരള ലാൻഡ് സ്ലൈഡ്സിൻ്റെ നേരെ ചെറിയൊരു പോയിന്റ് കാണാം അല്ലേ, ചെറിയൊരു വട്ടമുണ്ട്. അതേ വട്ടം തന്നെ നമ്മുടെ ഈ ഒരു മാപ്പിലും കാണാം. നമ്മുടെ മൗസിൻ്റെ അകത്തുള്ള സ്ക്രോൾ വീല് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിനനുസരിച്ച് നമുക്കിങ്ങനെ സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ കുറേ വട്ടം വന്നിട്ടുണ്ട്. ഇത് ലാൻഡ് സ്ലൈഡ് നടന്നിട്ടുള്ള സ്ഥലങ്ങളാണ്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിലായിട്ട് ഒരു ടൂളുണ്ട്, ഐഡൻറ്റിഫൈ ഫീച്ചേഴ്സ്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ ഇവിടെ ഒരു വിൻഡോ ഇങ്ങനെ വരുന്നത് കാണാം. ഐഡൻറ്റിഫൈഡ് റിസൾട്ട്സ് എന്ന് പറഞ്ഞൊരു വിൻഡോ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പം ബ്ലാങ്ക് ആണ്, ഇതിലൊന്നുമില്ല. ഇവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു പോയിന്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ നടന്നിട്ടുള്ള ലാൻഡ് സ്ലൈഡ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണുന്നത്. അവിടെ നടന്നിട്ടുള്ള ഉരുൾപൊട്ടലിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത സ്ഥലത്ത് ഞാനിത് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പം അതുമായി റിലേറ്റ് ചെയ്തുള്ള ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി എനിക്ക് ഇവിടെയുള്ള മുഴുവൻ, ഇപ്പോൾ ഓരോന്നും ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അവിടെ ഉള്ളത് കിട്ടുന്നത്. ഇങ്ങനെയല്ല, എനിക്ക് ഈ ഒരു മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസ്, മുഴുവൻ ലാൻഡ് സ്ലൈഡിൻ്റെ ഡീറ്റെയിൽസും എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്ര മാത്രം ചെയ്താൽ മതി. ഈ ലെയറിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ലെയറിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ഇത് പറഞ്ഞു തന്നു എന്ന് മാത്രം. ഓക്കെ അല്ലേ? ഡിസാസ്റ്റർ റിസ്ക് മാപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? ദുരന്ത സാധ്യതാ മേഖലാ ഭൂപടം എന്ന് പറയും. അതായത് ഉരുൾപൊട്ടൽ പോലെയുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ തന്നെ അതിൻ്റെ സാധ്യതകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഭൂപടം, മാപ്പിനെയാണ് നമ്മളിങ്ങനെ വിളിക്കുന്നത്. നമ്മുടെ QGIS പോലുള്ള ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള മാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ലാൻഡ് സ്ലൈഡ് നമ്മളിവിടെ ചൂസ് ചെയ്യുകയാണെങ്കിൽ, ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ഡിസാസ്റ്ററിൻ്റെ ഒരു ഡിസാസ്റ്റർ റിസ്ക് മാപ്പ് നമുക്ക് റെഡിയാക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയണം? സ്ലോപ്പ് ഓഫ് ദ ഏരിയ, അതേപോലെ റോക്ക് സ്ട്രക്ചർ, ശിലാഘടനയെ പറ്റി അറിയണം, ഭൂവിനിയോഗം, ലാൻഡിൻ്റെ യൂസിനെ പറ്റിയിട്ട് അറിയണം, അവിടെയുള്ള മഴയുടെ അളവ്, ആ മഴയുടെ എമൗണ്ട്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ലാൻഡ് സ്ലൈഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ സ്ഥലത്തിൻ്റെ ചെരിവ്, ആ സ്ലോപ്പ്, ലാൻഡിൻ്റെ സ്ലോപ്പ് കൃത്യമായിട്ട് നമുക്ക് അറിയണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് QGIS എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മുടെ വയനാട് എന്ന് പറയുന്ന ജില്ലയിലെ സ്ഥലങ്ങളുടെ സ്ലോപ്പ്, ചെരിവാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, നമുക്കൊന്നുകൂടി QGIS ഓപ്പൺ ചെയ്യാം. താഴെ ഷോ ആപ്ലിക്കേഷൻസിലേക്ക് വരുന്നു. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ Q എന്നടിക്കുമ്പോൾ തന്നെ QGIS ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ കിട്ടുന്നുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ QGIS ഇവിടെ ഓപ്പൺ ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ആദ്യം തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ വരിക. നമുക്കിവിടെ ഒരു പുതിയ പ്രൊജക്റ്റ് എടുക്കുകയാണ് വേണ്ടത്. അതായത് പുതിയൊരു പ്രൊജക്റ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് പ്രൊജക്റ്റിലേക്ക് വരിക. പ്രൊജക്റ്റിൽ ന്യൂ കൊടുക്കുക. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഒരു പുതിയ പ്രൊജക്റ്റ് നമുക്ക് കിട്ടി. QGIS ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വയനാട് എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലെ, വയനാട് ജില്ലയിലെ സ്ഥലങ്ങളുടെ ചെരിവ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വയനാട് ജില്ലേൻ്റെ DEM ഡാറ്റ നമുക്ക് ആവശ്യമുണ്ട്. DEM ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ എലവേഷൻ മോഡൽ എന്നാണ് പറയാം. നിങ്ങൾ പുതിയതായിട്ട് കേൾക്കുന്ന ഒരു സംഭവമായിരിക്കും. അതായത് ഇതൊരു 3D റെപ്രസെൻറ്റേഷൻ മോഡലാണ്. ഒരു ഗ്രഹത്തിൻ്റെ, അതായത് ഒരു പ്ലാനറ്റിൻ്റെയോ അല്ലെങ്കിൽ ഭൂപ്രദേശത്തിൻ്റെയോ സർഫേസിലുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെയോ ഒക്കെ
ഉയർച്ചേനെ റെപ്രസെൻ്റ് ചെയ്യുന്ന 3D ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ DEM എന്ന് പറയുന്നത്. ഈ DEM ഡാറ്റയാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. DEM ഡാറ്റേനെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഇനി പറയുന്ന ഓരോ സ്റ്റെപ്പും വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിച്ച് തന്നെ കേൾക്കുക. ഓക്കെ, എന്നാലേ അത് മനസ്സിലാവും. ആദ്യം നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഇങ്ങോട്ടേക്ക് നമ്മുടെ DEM ഡാറ്റ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. ഒരു ലെയർ ആയിട്ട് തന്നെയാണ് നമ്മൾ ചേർക്കുന്നത്, അതുകൊണ്ട് ലെയറിലേക്ക് പോവാം. ലെയറിൽ ആഡ് ലെയറിലേക്ക് തന്നെ വരിക. ആഡ് ലെയർ അതൊരു റാസ്റ്റർ ഇമേജ് ആയിട്ടാണ് തന്നത്. ആഡ് റാസ്റ്റർ ലെയർ എന്നത് എടുക്കുക. അപ്പം ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ റാസ്റ്റർ എന്നതാണ് ചൂസ് ആയിട്ടുണ്ടാവുക, അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് ഇവിടെ കണ്ടില്ലേ സോഴ്സ് ടൈപ്പ് ഫയൽ, അതിൽ തന്നെയാണുള്ളത്, അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇവിടെ താഴെ സോഴ്സിൻ്റെ ആ ഒരു ഭാഗത്ത് നേരെ നമുക്ക് ബ്രൗസ് ഉണ്ട്. നേരത്തെ നമ്മൾ എടുത്തതുപോലെ എന്നാൽ വേറൊരു രീതിയിൽ എടുക്കുന്നു എന്ന് മാത്രം. ബ്രൗസ് ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ആ ഒരു ഫയൽ നമ്മൾ തപ്പി കണ്ടുപിടിക്കുക. അതായത് ഹോമിലാണ് ഉണ്ടാവുക. ഹോമിലെ സ്കൂൾ റിസോഴ്സസ് എന്ന ഫോൾഡർ ഉണ്ട്. സ്കൂൾ റിസോഴ്സസ് എന്ന ഫോൾഡറിലേക്ക് വരിക. ക്ലാസ് 10 എന്ന ഫോൾഡറിലേക്ക് വരിക. നമ്മൾ നേരത്തെ ചെയ്ത അതേ വഴിയിലേക്ക് വരികയാണ്. QGISന്റെ അകത്തേക്ക് വരിക. അവിടെ ഇതാ നമ്മുടെ DEM wayanad.tif എന്ന് പറയുന്ന ഒരു ഫയലുണ്ട്. ഓക്കെ, ഈ ഒരു ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ കൊടുത്താലും മതി. അപ്പോൾ അത് കൃത്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയേ നമുക്ക് ഇവിടെ ചെയ്യാറുള്ളൂ. ആഡ് കൊടുക്കുക. ക്ലിയർ. ഇനി എന്താ, ഈ വിൻഡോ നമുക്ക് വേണ്ട, ഇത് ഞാൻ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ തന്നെ ആ ഒരു ഫയൽ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു DEM ഡാറ്റ. അത് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് പ്രോസസ്സിങ്ങിലേക്ക് പോവാം. മെനു ബാറാണിത്. ഈ മെനു ബാറിലെ പ്രോസസ്സിംഗ് എന്ന മെനുവിലേക്ക് വരിക. പ്രോസസ്സിങ്ങിൻ്റെ അകത്ത് ടൂൾ ബോക്സ് ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെയായിട്ട് പുതിയൊരു വിൻഡോ വന്നിട്ടുണ്ട്. ഇതാണ് പ്രോസസ്സിംഗ് ടൂൾ ബോക്സ്. ഈ പ്രോസസ്സിംഗ് ടൂൾ ബോക്സിൽ ഒന്ന് ശ്രദ്ധിക്കണം, കൺഫ്യൂഷനായി പോകരുത്. ഇവിടെ നിങ്ങൾക്ക് താഴെ GDAL എന്ന് കാണാലോ, കണ്ടില്ലേ? അതിൻ്റെ സൈഡിലായിട്ടൊരു ട്രയാങ്കിൾ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് റാസ്റ്റർ അനാലിസിസ് എന്ന് കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴോട്ട് വന്നാൽ സ്ലോപ്പ് എന്ന് കാണാം. ആ സ്ലോപ്പിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ സ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു വിൻഡോ വന്നിട്ടുണ്ട്. ഈ വിൻഡോയിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇവിടെ ആദ്യം കണ്ടില്ല ഇൻപുട്ട് ലെയർ DEM വയനാട് എന്ന് പറയുന്ന ഈ ഒരു ലെയർ തന്നെ അല്ലേ വന്നിട്ടുള്ളതെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, അത് തന്നെയായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ തൊട്ട് താഴെ ബാൻഡ് 1 ഗ്രേ ആണ്, അതങ്ങനെ തന്നെ നിൽക്കട്ടെ. റേഷ്യോ ഓഫ് വെർട്ടിക്കൽ യൂണിറ്റ്സ് ടു ഹൊറിസോണ്ടൽ അത് 1 ആണ് ഉണ്ടാവുക, 1 തന്നെയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇതിൻ്റെ കുറച്ച് താഴെയായിട്ട് സ്ലോപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. അതായത് നമുക്കൊരു സ്ഥലത്ത് സേവ് ചെയ്യാൻ വേണ്ടി ഇവിടെ കാണുന്ന ഈ ഒരു ചെറിയൊരു ബട്ടൺ കണ്ടില്ലേ, സ്ലോപ്പ്, അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ടു എ ടെമ്പററി ഫയലുണ്ട്, സേവ് ടു ഫയലുണ്ട്. സേവ് ടു ഫയൽ കൊടുക്കുക. സേവ് ടു ഫയൽ. അപ്പോൾ എവിടെയാണ് ഇത് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോൾഡറിൽ നമുക്ക് സേവ് ചെയ്യാം. ഞാനിവിടെ ഹോമിലെ സ്റ്റുഡൻസ് വർക്ക്സ് 10 എന്ന ഫോൾഡർ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ സേവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ 10ാം ക്ലാസ്സിലെ പ്രവർത്തനമൊക്കെ സേവ് ചെയ്യാനുള്ള സ്റ്റുഡൻസ് വർക്ക്സ് 10 എന്ന് പറയുന്ന ഫോൾഡറും ചൂസ് ചെയ്യാം. അതിൻ്റെ അകത്ത് നമുക്ക് ഒരു പേര് കൊടുത്തിട്ട് സേവ് ചെയ്യാം. ഞാനിവിടെ സ്ലോപ്പ് എന്ന പേരാണ് കൊടുക്കുന്നത്. സ്ലോപ്പ്. ഓക്കെ, സ്ലോപ്പ് എന്നൊരു പേര് കൊടുത്തു. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് കൃത്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി, അത് കൃത്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ താഴെ റൺ എന്ന് കാണാം, ആ റണ്ണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയേ വേണ്ടൂ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു വിൻഡോ വേണ്ട, ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്യാം. ഇത്രയും മാത്രം ചെയ്താൽ മതി. അപ്പം തന്നെ ഇവിടെ സ്ലോപ്പ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ലെയർ ഇങ്ങോട്ടേക്ക് വന്നതായിട്ട് കാണാം. ഇപ്പം ഈ ഒരു മാപ്പ്, ഈ ഒരു ഭൂപടം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇപ്പം ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ഈ ഒരു മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവിടെ ആ ഒരു സ്ലോപ്പ് ഒന്നും മനസ്സിലാകുന്നില്ല. അതിൻ്റെ ഒരു ഒറ്റ കളറായിട്ടാണ് അവിടെ കൊടുത്തത് അല്ലേ, ഒരു കളർ പോലെയാണ് നമുക്ക് മുഴുവനായിട്ട് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അതൊന്നും തരം തിരിച്ചിട്ട് അല്ലെങ്കിൽ തിരിച്ച് അവിടെയുള്ള ആ ഒരു സ്ലോപ്പുകളൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ എന്ത് ചെയ്യാം? ഒരു നിശ്ചിത ഡിഗ്രി ചെരിവിലുള്ള സ്ഥലങ്ങൾക്കൊക്കെ തന്നെ ഒരേ കളർ കൊടുക്കുക, വ്യത്യസ്ത ചെരിവുകളുള്ള സ്ഥലത്ത് വ്യത്യസ്ത കളറുകൾ കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ഒരു മാപ്പ് നോക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് ആ സ്ഥലങ്ങളിലെ ചെരിവുകൾ വേഗത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കളറൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് സ്ലോപ്പ് എന്ന് പറയുന്ന ഈ ഒരു ലെയറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം.
സ്ലോപ്പ് എന്ന് പറയുന്ന ഈ ഒരു ലെയറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ പ്രോപ്പർട്ടീസ് എന്ന് കാണാം. പ്രോപ്പർട്ടീസ് അതിലേക്ക് വരിക. അപ്പോൾ ഇവിടെ കുറേ ടാബുകളുണ്ട്. നമുക്കിവിടെ സിംബോളജി എന്ന് പറയുന്ന ടാബ് തന്നെയാണ് ആവശ്യം, അത് തന്നെ ചൂസ് ചെയ്യാം. ഇനി പറയുന്ന കാര്യങ്ങൾ തെറ്റിപ്പോവാതെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ റെൻഡർ ടൈപ്പ് ഉണ്ട്, അത് സിംഗിൾ ബാൻഡ് ഗ്രേ ആണുള്ളത്. അത് മാറ്റിയിട്ട് സിംഗിൾ ബാൻഡ് സ്യൂഡോ കളർ എന്നത് ചൂസ് ചെയ്യാം. സിംഗിൾ ബാൻഡ് സ്യൂഡോ കളർ എന്ന് പറയുന്നത് ചൂസ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ തന്നെ കുറേ വ്യത്യാസം ഇവിടെ വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നേരെ ഇന്റർപൊളേഷൻ എന്ന ഭാഗത്ത് ഓരോന്ന് ശ്രദ്ധിക്കണം. ഇന്റർപൊളേഷൻ എന്ന ഭാഗത്ത് ലീനിയർ ആണുള്ളത്, ലീനിയർ തന്നെ ചൂസ് ചെയ്ത് കൊടുക്കുക. ലീനിയർ അത് കറക്റ്റ് ആണ്, അത് തന്നെ ചൂസ് ചെയ്യുക. എന്നിട്ട് കളർ റാമ്പ് ഉണ്ടല്ലോ, കളർ റാമ്പിന്റെ സൈഡിൽ ഈ ഒരു ട്രയാങ്കിളിൽ ജസ്റ്റ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാണാൻ പറ്റും. ഇതിൽ നമ്മൾ സ്പെക്ട്രൽ എന്നതാണ് ചൂസ് ചെയ്യേണ്ടത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻവേർട്ട് കളർ റാമ്പ് എന്ന് കാണാൻ പറ്റും. ഓക്കെ, അതും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇൻവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി താഴെ മോഡ് ഉണ്ട്. മോഡ് കണ്ടിന്യൂസ് ആണുള്ളത്. ആ കണ്ടിന്യൂസ് മാറ്റിയിട്ട് ഈക്വൽ ഇൻ്റർവെൽ കൊടുക്കുക. കണ്ടിന്യൂസ് മാറ്റിയിട്ട് ഈക്വൽ ഇൻ്റർവെൽ കൊടുക്കുക. ഓക്കെ, ഇപ്പം നേരെ ഇങ്ങോട്ട് ക്ലാസ്സസ് ഉണ്ട്. ഇതേ ക്രമത്തിൽ ഞാൻ ഈ ചെയ്യുന്ന ഇതേ ക്രമത്തിൽ നിങ്ങൾ ചെയ്തോ. അപ്പോൾ ഇവിടെ ഈ സൈഡിൽ ക്ലാസ്സസ് ഉണ്ട്. ഈ ക്ലാസ്സസ് ഇപ്പോൾ ഇവിടെ 5 ആണുള്ളത്. ഇത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ആ കളറിനെ നമുക്ക് ആ ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ആവശ്യമുള്ള ഒരെണ്ണം നമുക്കിപ്പോൾ ഞാൻ ഇവിടെ 5 ആണുള്ളത്, ഞാനിവിടെ 11 ആക്കുന്നു. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ 11 കൊടുത്തിട്ടുണ്ട്. അതേ വാല്യൂ ആ 11 എന്ന് പറയുന്നത് കൊടുക്കുന്നു. ഓക്കെ, 11 കൊടുത്തു. ഇനി ഇവിടെ കാണുന്നതിൽ ഓരോന്നും ഉണ്ടല്ലോ. ഇവിടെ ലേബൽ ഉണ്ട് അല്ലേ, ലേബൽ അതിൻ്റെ ആ വാല്യൂ ഇവിടെ കാണാൻ പറ്റും. ഈ ലേബൽ വാല്യൂ ഓരോ നിശ്ചിത ഡിഗ്രി ചെരിവുള്ള സ്ഥലത്തെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ എടുക്കും. ഓക്കെ, എന്നിട്ട് ഓരോ ഭാഗത്തിനും ഓരോ നിറം നമ്മളിവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളതായിരിക്കരുത് അടുത്തതിൽ, ഇവിടെ കൊടുത്തിട്ടുള്ളതായിരിക്കരുത് അടുത്തതിൽ. അതുകൊണ്ട് അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക. അതുകൊണ്ട് ആദ്യത്തേത് 0 തന്നെ കൊടുക്കുന്നു, രണ്ടാമത്തേത് ഞാൻ 5 കൊടുക്കുന്നു. ഓക്കെ, അടുത്തത് 10 കൊടുക്കാം, അടുത്തത് 15 കൊടുക്കുന്നു, അതിൻ്റെ തൊട്ട് താഴെയുള്ളത് 20, അതിൻ്റെ തൊട്ട് താഴെ 30. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ കൊടുത്താൽ മതി. അതിൻ്റെ തൊട്ട് താഴെ 40 കൊടുക്കുന്നു, അതിൻ്റെ തൊട്ട് താഴെ 50, 60, 70, 80. 11 എണ്ണമാണ് ഇവിടെ വന്നിട്ടുണ്ടാവുക. നമ്മളിവിടെ ക്ലാസ്സസ് 11 കൊടുത്തിട്ടുണ്ട്. 11 എണ്ണം വന്നിട്ടുണ്ടാവും. നോക്കാം. 1 2 3 4 5 6 7 8 9 10 11. കറക്റ്റ് അല്ലേ? കൃത്യമായിട്ട് ആ വാല്യൂസ് അവിടെ കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ നിറമൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇത്ര ചെയ്താൽ മതി. ഈ ഒരു കളറില്ലേ, അതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വേണ്ടിക്കൽ കളർ മാറ്റി കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള കളർ ചൂസ് ചെയ്യാം. ഞാനിവിടെ ഒന്നാമത്തെ കളർ മാത്രം ഒന്ന് ബ്ലാക്ക് ആക്കി കൊടുക്കുന്നു. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇതേപോലെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഇവിടെയുള്ള കളേഴ്സൊക്കെ മാറ്റം വരുത്താം. നിങ്ങളുടെ ഇഷ്ടമാണ്. ഓരോന്നും ഓരോരോ വേറെ വേറെ കളറാക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഈ അപ്ലൈ ക്ലിക്ക് ചെയ്യുക, ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, കണ്ടില്ലേ? ഈ രീതിയിൽ നിങ്ങൾക്ക് കളേഴ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യം ഓക്കെ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സംഭവമൊക്കെ റെഡി ആയില്ലേ? ഇനി നമുക്കിത് പ്രിന്റ് ചെയ്ത് സൂക്ഷിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇമേജ് ഫയലൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ എക്സ്പോർട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒരു ഇമേജ് ഫയലായിട്ട് എങ്ങനെയാണ് ഇതിനെ എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അവസാനമായിട്ട് നമ്മൾ പഠിക്കുന്നത്. പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ പ്രൊജക്റ്റിലേക്ക് വരിക. ഇവിടെ ന്യൂ പ്രിന്റ് ലേഔട്ട് എന്ന് കാണാം. ന്യൂ പ്രിന്റ് ലേഔട്ട് അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളോട് ഒരു പേര് ചോദിക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഞാനിവിടെ വയനാട് എന്ന് കൊടുക്കുന്നു. ഓക്കെ, ജസ്റ്റ് എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ഞാൻ വയനാട് എന്ന് കൊടുത്തു. ഓക്കെ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഒരു പുതിയ വിൻഡോ ഇവിടെ വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം 1-2 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടേക്ക് പോവാം. ആഡ് മാപ്പ്. ഓക്കെ, ആഡ് മാപ്പ് അതിൽ ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ഇതേപോലെ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്യാം, ഇതേപോലെ. അപ്പോൾ നമ്മുടെ ആ ഒരു മാപ്പ് ഇങ്ങോട്ടേക്ക് വന്നോളും. ഓക്കെ, അതായത് നമുക്കിത് ഇവിടെ കാണുന്ന ഈ ഒരു മാപ്പ് കണ്ടില്ലേ, അതാണ് അതേപോലെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ക്ലിയർ? ഇപ്പം മാപ്പ് വന്നു. ഇനി നമുക്കിതിനൊരു ലേബൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ എഴുതി കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആഡ് ലേബൽ എന്ന് പറഞ്ഞിട്ട് കാണാം. അത് ക്ലിക്ക് ചെയ്യുക.
എന്നിട്ട് ഇവിടെ ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഞാനിവിടെ ചെറിയ അക്ഷരം കാണാം അല്ലേ, ഇവിടെ ചെറിയ രീതിയിൽ അവിടെ ഒരു ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് ഐറ്റം പ്രോപ്പർട്ടീസ് എന്ന് കാണും. ഈ ഐറ്റം പ്രോപ്പർട്ടീസിൽ വന്നാൽ ഇവിടെ നമുക്കത് മാറ്റി കൊടുക്കാം. ഞാനിവിടെ വയനാട് എന്ന് കൊടുക്കുന്നു. ഓക്കെ, വയനാട് ആ കൊടുക്കുന്നത് ഇത് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. വയനാട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങോട്ടേക്ക് വരും. ഇനി അതിൻ്റെ ഫോണ്ട് നമുക്ക് കുറച്ച് കൂട്ടി കൊടുക്കാം, ഫോണ്ട് സൈസ് കുറച്ച് കൂട്ടി കൊടുക്കാം. ഇവിടെ കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അപ്പിയറൻസിൽ ഇവിടെ ഫോണ്ട് എന്ന് കണ്ടോ, ഈ ഫോണ്ടിൻ്റെ നേരെ ചെറിയൊരു ട്രയാങ്കിൾ ഉണ്ടാവും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഫോണ്ട് സൈസ് കൂട്ടാൻ പറ്റും. ഇത് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, ഈ രീതിയിൽ നിങ്ങൾക്ക് ഫോണ്ട് സൈസ് കൂട്ടാം ആവശ്യമെങ്കിൽ. ഓക്കെ, കുറച്ചും കൂടി വലുതായിട്ട് കാണുന്നില്ലേ നല്ലേ. അതേപോലെ കളറൊക്കെ നിങ്ങൾക്ക് വേണ്ടിക്കൽ ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. വേറെ കളേഴ്സൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആഡ് ലെജൻഡ് എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതാ ഇവിടെയായിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യാം. ഓക്കെ, ഇത്രയും ചെയ്താൽ മതി. ഇതേപോലെ വേറെയും കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ആഡ് സ്കെയിൽ ബാർ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഇത് ഇവിടെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്കെയിൽ ബാർ ഇങ്ങോട്ടേക്ക് വരും. ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് എന്തൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ആവശ്യമുള്ള, അതായത് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതേപോലെ ആഡ് ചെയ്യുക. എന്നിട്ട് മുകളിൽ ലേ ഔട്ടിൽ എക്സ്പോർട്ട് ആസ് ഇമേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. എക്സ്പോർട്ട് ആസ് ഇമേജ്, അത് നിങ്ങൾക്ക് ഇമേജ് ആക്കാം, അല്ലെങ്കിൽ SVG ഇമേജ് ആക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതൊരു PDF ആക്കാം. ഞാനിവിടെ എക്സ്പോർട്ട് ആസ് ഇമേജ് കൊടുക്കുന്നു. എക്സ്പോർട്ട് ആസ് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു PNG ഫോർമാറ്റ് ആയിട്ട് സേവ് ആവും. എന്നിട്ട് എവിടെയെങ്കിലും നമുക്കിത് സേവ് ചെയ്യാം. സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഹോമിലെ സ്റ്റുഡൻസ് വർക്ക്സ് 10 എന്ന ഫോൾഡർ ചൂസ് ചെയ്യുന്നു. ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ വയനാട് എന്ന പേര് തന്നെ കൊടുക്കുന്നു. സേവ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് റെസൊല്യൂഷൻ, വിഡ്ത്ത്, ഹൈറ്റ് തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അതിലൊന്നും ഞാൻ മാറ്റം വരുത്തുന്നില്ല. സേവ് കൊടുക്കുന്നു. കഴിഞ്ഞു. കൃത്യമായിട്ട് കണ്ടില്ലേ, സക്സസ്ഫുള്ളി എക്സ്പോർട്ടഡ് ലേ ഔട്ട് ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ലൊക്കേഷൻ വരുന്നുണ്ട്. ഇനി നമുക്കിതൊക്കെ ക്ലോസ് ചെയ്തിട്ട് നമുക്കത് കൃത്യമായിട്ട് അവിടെ വന്നിട്ടില്ലേ എന്ന് നോക്കാം. വന്നിട്ടില്ലേ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു ഫോൾഡർ എടുക്കുന്നു. താഴെ ഫയൽസ് ഉണ്ട്, ഫയൽസിലേക്ക് വരിക. ഹോമിനകത്ത് സ്റ്റുഡൻസ് വർക്ക്സ് 10 എന്ന ഫോൾഡർ ഉണ്ട്, അത് ഓപ്പൺ ചെയ്യാം. അതിനകത്ത് നമ്മൾ ചെയ്തിട്ടുള്ള വയനാട് .png എന്ന് പറയുന്ന ചിത്രം ഇവിടെയുണ്ട്, അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, അതിൽ കൃത്യമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു ചിത്ര ഫയലായിട്ട് അത് സേവ് ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ ഒരു ചാപ്റ്ററിൽ ഒരു പാർട്ട് വീഡിയോ കൂടി വരാനുണ്ട്. അത് GeoGebra എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിനെ പറ്റി പഠിക്കുന്നതാണ്. വളരെ എളുപ്പമാണ്. അത് 3ാമത്തെ പാർട്ടിലൂടെ നമുക്ക് പഠിച്ച് സെറ്റാക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ദർശൻ, സൈനിങ് ഓഫ് ഫ്രം ഫ്രഷ് ബൈറ്റ്സ്.